നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡേഴ്സൺ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡീൽ അങ്ങനെ ബ്രേക്ക് ആയിരിക്കുകയാണ്. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആദ്യത്തെ ഡീൽ ഏകദേശം മെഡിക്കൽ മാത്രമേ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം രണ്ട് ക്ലബ്ബുകളും തമ്മിൽ സെറ്റായിരുന്ന കാര്യമാണ്. പ്രൈസിന്റെ കാര്യത്തിലായാലും പേഴ്സണൽ ടേംസും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്ന എഡേഴ്സൺ ഡീൽ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് കോൾ ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. പിന്നെ നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഓൾസോ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഫെബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു, എഡേഴ്സൺ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡീൽ ഓഫ് ആൻഡ് കൺസിഡേർഡ് ആസ് കൊളാപ്സ്ഡ് ആസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻഫോംഡ് അറ്റ്ലാന്റ. Atlanta believe Ederson is 100% fit and will welcome the midfielder back as part of their squad, and Manchester United changed their plans. Ederson won't join Manchester United. So ഇതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ഈ ഒരു മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്യാനും പിന്നെ ഫൈനൽ സിഗ്നേച്ചർ അതായിരുന്നു ഇതിനു വേണ്ടിയിട്ട് ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ മെഡിക്കൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് വെച്ചിരുന്നാൽ എഡേഴ്സൺ ഒരു അണ്ടർലൈൻ നീ ഇഞ്ചുറി കിടക്കുന്ന കാരണം കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. സോ നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ച കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ഡീൽ ഇത്ര നാൾ നടക്കാതിരിക്കുന്നത്. പല ആൾക്കാരും ഈ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു ഡീല് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ നടക്കും. ഇപ്പോൾ നമ്മൾ കുറേ ഇൻസ്റ്റൻസസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പോലും US വെച്ചിട്ട് മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്യുന്നു, സൈനിങ്സ് ഫൈനലൈസ് ആകുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അത് നടന്നിട്ടില്ല. വി എഗ്രീഡ് പേഴ്സണൽ ടേംസ്, ക്ലബ് ടു ക്ലബ് അഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് സെറ്റ് ഓഫ് മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ആ സമയത്തും എന്തൊക്കെയോ ഒരു ടൈപ്പ് ഓഫ് ഒരു എന്താ പറയുക കൺവിൻസിങ് അല്ലാത്ത കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെക്കൻഡ് റൗണ്ട് ഓഫ് മെഡിക്കലിന് വേണ്ടിയിട്ട് ഇത് പ്രപ്പോസ് ചെയ്തിരുന്നത്. സോ ആ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്ന കാര്യമാണ് ലൈക്ക് വൈ എ സെക്കൻഡ് സെറ്റ് ഓഫ് മെഡിക്കൽ, എന്തുകൊണ്ട് അത് ആവശ്യം വരുന്നു? ഇത് ഫസ്റ്റ് സെറ്റിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കലിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നില്ല ആൻഡ് ഈ ഡീല് ഫൈനലൈസ് ചെയ്യാമായിരുന്നില്ല എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. ആൻഡ് ഇനിയോസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാനേജ്മെന്റ് അവർ ഡിസൈഡ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു രീതിയിലും ഇഞ്ചുറി പ്രോൺ അല്ലെങ്കിൽ ഇഞ്ചുറിയുടെ എന്തെങ്കിലും ഒരു അംശം നിലനിൽക്കുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവരണ്ട എന്നുള്ളതാണ്. ആൻഡ് നമുക്കറിയാം ഈ അടുത്തിടയ്ക്ക് സംഭവിച്ചിട്ടുള്ള മെയിൻ ഒരു ഇഞ്ചുറി ഇഷ്യൂ, അതായത് മേസൺ മൗണ്ട് നമുക്ക് വേണ്ടിയിട്ട് വരുന്നു ആൻഡ് ഹി ഡിഡ്ന്റ് ഹാവ് മച്ച് ഓഫ് ഇഞ്ചുറി ഡ്യൂറിങ് ഹിസ് ചെൽസി കരിയർ. ടുവേർഡ്സ് ദി എൻഡ് ആണ് കുറച്ച് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മളത് വകവയ്ക്കാതെ വലിയ പ്രൈസിന് പോയിട്ട് മേസൺ മൗണ്ടിനെ കൊണ്ടുവരുന്നു. പിന്നെ നമ്മൾ കണ്ടതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് തികച്ച് അല്ലെങ്കിൽ അടുപ്പിച്ച് കുറച്ച് മത്സരങ്ങൾ കളിക്കാൻ പോലും പറ്റാതെ പല രീതിയിലും ഇഞ്ചുറി ആയിട്ട് പുറത്തിരിക്കുന്ന മേസൺ മൗണ്ടിനെയാണ് കാണുന്നത്. സോ ആ ഇഞ്ചുറി വരുന്നു, കുറച്ച് കളി കളിക്കുന്നു, പിന്നെ വീണ്ടും ഇഞ്ചുറി പോകുന്നു, എന്നിട്ട് കുറേ നാൾ പുറത്തിരിക്കുന്നു. അപ്പം അതൊരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്തത് ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ തരത്തിലുള്ള ഒരു സൈനിങ്സും വേണ്ട. അപ്പോൾ ഇവിടെ അവർക്ക് ചെറിയ രീതിയിലുള്ള സംശയങ്ങൾ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു ഓക്കെ നമുക്ക് ഒന്നുകൂടെ ഒരു കൺഫർമേഷൻ വേണ്ടി വരും എന്നുള്ളത്. ആ മെഡിക്കൽ ചെയ്തതോടുകൂടി ഇപ്പോൾ അവർ കൺഫേം ചെയ്തു ഓക്കെ സോ ദർ ഇസ് എൻ ഇഷ്യൂ. പക്ഷേ അറ്റ്ലാന്റ ഇതെല്ലാം നിഷേധിക്കുകയാണ്. അവർക്ക് ഇത്രയധികം നാള് ഈ പ്ലെയർ കളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ വലിയ രീതിയിലുള്ള ഇഞ്ചേർഡ് ആയിട്ടില്ല. ഓൾമോസ്റ്റ് ഇത്ര 3-4 ഇയേഴ്സ് കളിച്ചതിൽ ഈ മിസ്ഡ് ഏകദേശം 12 മാച്ചസോ 15 മാച്ചസിൻ്റെ അത്ര മാത്രമേ ഗെയിംസ് ഇഞ്ചുറി ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഈ പ്ലെയറിന്. അപ്പോൾ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ഇഞ്ചുറി ഹിസ്റ്ററി ഉള്ള പ്ലെയർ അല്ല. ഇൻഫാക്ട് നല്ല പ്ലേയിങ് ടൈം കൂടുതൽ സർവീസസ് ടീമിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലെയറും കൂടെയാണ്. അപ്പോൾ എനിക്കൊന്ന് ടുവേർഡ്സ് ദി എൻഡ് നടന്നിട്ടുള്ള ഈ ഇഞ്ചുറിയിലെങ്ങാണ്ടെയാണ് ഈ ഒരു ഇഷ്യൂ അങ്ങനെ അണ്ടർലൈങ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മെഡിക്കൽ ടീം കറക്റ്റായിട്ട് നോട്ട് ചെയ്തു ആൻഡ് ദേ ഡിസൈഡഡ് ഓക്കെ ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്നത് ചിലപ്പോൾ റിസ്ക് ആയിരിക്കും എന്നുള്ളത്. സോ ദേ ഹാവ് ഡിസൈഡഡ്. സോ എനിവേയ്സ് എന്തായാലും നമ്മൾ ഈ ഒരു ഡീൽ പോയി പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ചാൽ എഡേഴ്സൺ ഓക്കെ അതിലിപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു 39 മില്യന് നടന്നൊരു ഇതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പല ആൾക്കാർക്കും കൺവിൻസിങ് അല്ലാതെ തോന്നി ഈ എഡേഴ്സൺ ഡീൽ. അത് എഡേഴ്സൺ അത്ര ഒരു ഇതായിട്ടുള്ള പ്ലെയർ ഒന്നും അല്ല. ബ്രസീൽ ടീമിൽ തന്നെ ഒരു മെയിൻ പ്ലെയർ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കണ്ടത് ടീമിലേക്ക് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു പരിക്ക് വന്നതിൻ്റെ പുറത്താണ് വീണ്ടും റീകോൾ ആയത്. അപ്പോൾ മെയിനായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ പോലും അല്ലാത്തൊരു വ്യക്തിനെ നമ്മുടെ ഒരു സൈനിങ് ആയിട്ട് വരുന്നതിൽ കുറേ ആൾക്കാർക്ക് അത്ര ഒരു എന്ന് വെച്ചാൽ അതൃപ്തി ഉണ്ടായിരുന്നു. സോ അത് ഇതോടുകൂടി അവരും ഒക്കെ എനിക്ക് തോന്നുന്നു ഹാപ്പി ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ആൻഡ്രേ സാന്റോസിൻ്റെ ഡീല് അവർ എത്രയും വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്തത്. കാരണം ആൻഡ്രേ സാന്റോസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിങ്കപ്പ് വന്നതെന്ന് വെച്ച് പറഞ്ഞാൽ ഒരു 4-5 ദിവസം ഈ ഒരു റൂമർ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്നുള്ളത്. പെട്ടെന്നാണ് നമ്മൾ ആ ഒരു ഹിയർ വി ഗോയിലേക്ക് പോയത്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രാൻസ്ഫർ ബ്രേക്ക് ആകും എന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റ് മനസ്സിലാക്കി ആൻഡ് ദേ വാണ്ടഡ് ടു ബ്രിങ് ഇൻ എ പ്ലെയർ. സോ പല ആൾക്കാരും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ആൻഡ്രേ സാന്റോസും എഡേഴ്സണും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പ്രൊഫൈലാണ്.
സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്തിനാണ് ഈ രണ്ട് സിമിലർ പ്രൊഫൈലിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത്. അപ്പം എനിക്കിപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ കൊണ്ടുവന്നതല്ല, ഓൾറെഡി പഴയ അതായത് എഡർസൺ ഡീൽ ബ്രേക്ക് ആകും എന്നുള്ള ഒരു ഉറപ്പിന്മേൽ ഏകദേശം അതേപോലത്തുള്ളൊരു സൈനിങ് ആൻഡ്രോ സാന്റോസിൽ അവർ കൊണ്ടുവന്നു. സോ ദാറ്റ് മീൻസ് വി വിൽ ബി ബ്രിങ്ങിങ് ഇൻ എ ഡിഫറെൻറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഉള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവരും. സോ എനിവേസ് എഡർസൺ പോയി, എഡർസനെ പോലെയുള്ള ഒരു പ്ലെയർ ആൻഡ്രോ സാന്റോസ് വരുന്നു. ആൻഡ് ഇപ്പോൾ കേൾക്കുന്ന പറഞ്ഞാൽ മനു കോനെ ഫ്രാൻസ് ടീമിലെ ഇപ്പോഴത്തെ കറണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. ആൻഡ് മനു കോണയിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു, ആൻഡ് ദാറ്റ് ഇസ് വെരി സ്ട്രോങ്. ചുവമിനി നടക്കത്തില്ല, ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി അഗ്രീഡ് ടേംസ്, പുതിയൊരു എക്സ്റ്റെൻഡഡ് കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് നടക്കുന്നു. അപ്പം സാൻഡ്രോ ടൊണാലി പോയി, പിന്നെ എന്താ പറയുക മത്യാസ് ഫെർണാണ്ടസ് പോയി. അപ്പോൾ ഇങ്ങനത്തെ കുറേ മെയിൻ ടാർഗറ്റ്സ് എല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഫാൻസ് എല്ലാവരും ഭയങ്കരധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. വി ആർ ബ്രിങ്ങിങ് ഇൻ ടോപ്പ് ടാർഗറ്റ്സ് എല്ലാം പോയിട്ട് സെക്കൻഡ് പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി അങ്ങനത്തെ പോലത്തുള്ള പ്ലെയേഴ്സാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ഈ ഒരു സൈനിങ്ങോട് കൂടി സാന്റോസിൻ്റെ വി ഹാവ് ലൈക്ക് കറൻ്റ്ലി ഓൺലി വൺ, മറ്റേത് പോയി, ഇനിയും 2 എണ്ണം വരേണ്ടതുണ്ട്. അപ്പം മനു കോണെ ഒരു സൈനിങ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദെൻ മേ ബി അലക്സ് സ്കോട്ടാണ് കുറച്ചുകൂടെ താല്പര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹൈറാർക്കിക്കുള്ളത്. സോ ഹീ കുഡ് ഓൾസോ കം ഇൻ. യുണൈറ്റഡ് മാനേജ്മെന്റ് മനു കോണേനെ ടീമിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഈ വേൾഡ് കപ്പിൽ ഒരു ബെറ്റർ പെർഫോമൻസ് കണ്ടിട്ടാണ്. സോ കറന്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസ് ടീമിൽ ചുവമിനി പുറത്തിരിക്കുന്നു, മനു കോണയാണ് ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്നത്. സോ ഹീ ഹാസ് ഹാഡ് എ വണ്ടർഫുൾ വേൾഡ് കപ്പ് സോ ഫാർ. ഫ്രാൻസ് ഫൈനലിൽ എത്തുകയും ഫൈനലിൽ ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മനു കോണെ വിൽ ഹാവ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ ദ ടീം. കാരണം ഇപ്പോഴത്തെ കറണ്ട് അവരുടെ ഗെയിം കൺട്രോൾ ചെയ്യുന്നത് മിഡ്ഫീൽഡിൽ നല്ല രീതിയിൽ മനു കോണെ ഇൻഫ്ലുവൻസ് നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് വെരി ക്ലിയർ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിന് ഡെഫിനറ്റ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കും. ആൻഡ് ഫാൻസിനെ ഒന്ന് അടക്കി നിർത്താനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഈ ശബ്ദങ്ങളെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് കൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹൈറാർക്കി ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ബിക്കോസ് ദേ ക്യാൻ ഷോ ചുവമിനി പുറത്തിരിക്കുന്നു, ഈ പ്ലെയറാണ് നമ്പർ 1 ആയിട്ട് ഫ്രാൻസിൽ കളിക്കുന്നത്. സോ ഹി ഹാസ് ഗോട്ട് എ ബെറ്റർ എന്താ പറയുക പെർഫോമൻസ് ലെവൽ ദാൻ ചുവമിനി. അതുകൊണ്ടായിരിക്കുമല്ലോ അവരുടെ ടീമിൽ ചുവമിനി പുറത്തിരിക്കുന്നതും കോണെ കളിക്കുന്നതും. സോ അത് ഇട്ട് നമ്മുടെ ഫാൻസിനെ ഇൻട്രസ്റ്റഡ് ആക്കാനായിട്ട് ശ്രമിക്കുമെന്നാണ് തോന്നുന്നത്. ആൻഡ് ഓൾസോ ദ മണി ഇൻവോൾവ്. ഞാൻ ഈ അറിയുന്നത് വെച്ചാൽ ഏകദേശം 50-60 മില്യൺ എമൗണ്ടിൽ തന്നെ മനു കോണെ റോമ അവർ ആഗ്രഹിക്കുന്ന എമൗണ്ട് അതാണ്. സോ മേ ബി എന്നുവെച്ചാൽ ഫുൾ ഡിസ്കഷനിൽ എത്തിയിട്ടുണ്ടാവില്ല, ഓർ ഒരു പ്രൈസിൻ്റെ ഒരു ലെവൽ ഡീൽ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അറിയുന്നതാണ് 50-60 മില്യണിൽ ഈ ഒരു ഡീൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ക്ലബ് ഡിസിഷൻ ആൻഡ് പ്ലെയേഴ്സ് ഡിസിഷൻ. കാരണം ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബ്ബ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും മനു കോണെ ഫ്രം റോമ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് വൺ ഫോർ ദ പ്ലെയർ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദിസ് സെക്കൻഡ് ഡീൽ ഡൺ. മേ ബി എന്തായാലും വേൾഡ് കപ്പ് കഴിയേണ്ടി വരും, ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വേറെ കാര്യങ്ങൾ നടക്കുമെന്ന് അറിയത്തില്ല. ബട്ട് ദിസ് ഇസ് എ വൺ ദറ്റ് വി ക്യാൻ വാച്ച് ഔട്ട് ഫോർ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഒരു സൈനിങ് കൂടെ വേണം. ബിക്കോസ് മാനുവൽ ഉഗാർട്ടെ എന്തായാലും ഈ സീസണിൻ്റെ ഏകദേശം പകുതി മുക്കാലോളം പുറത്തായിരിക്കും ബിക്കോസ് ഓഫ് ദി ഇഞ്ചുറി, വേൾഡ് കപ്പിൻ്റെ ഇടയ്ക്കുള്ള ഇഞ്ചുറി. അപ്പോൾ എന്തായാലും ഒരു മൂന്നാമത്തെ ഒരു പ്ലെയറും കൂടെ നമുക്ക് എന്തായാലും വേണം. സോ മേ ബി അലക്സ് സ്കോട്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലെയർ, ഇപ്പം ആഞ്ചലോ സ്റ്റില്ലറിനെ പോലെയൊക്കെയുള്ള പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. സോ പിന്നെ യാവോ ഗോമസ്, നമ്മൾ വീഡിയോ ചെയ്തതാണ് യാവോ ഗോമസിനെ കുറിച്ചിട്ട്, വുൾഫ്സിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ളത്. സോ ഇടയ്ക്ക് വെച്ചിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് പറയപ്പെട്ടിരുന്നൊരു പേരാണ്. പക്ഷേ ഈ ഒരു ഡീൽ അല്ലെങ്കിൽ ഈ ഒരു റൂമർ വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ടുള്ള ടോപ്പ് ടാർഗറ്റ്സ് എല്ലാം നമുക്ക് കൈവിട്ട് പോയിരിക്കുകയാണ്. സോ അറ്റ്ലീസ്റ്റ് ബാക്കി ഉള്ളതിൻ്റെ അകത്ത് നല്ല ടാർഗറ്റ്സ് അല്ലെങ്കിൽ നല്ല പ്ലെയേഴ്സ് വരട്ടെ. ഇപ്പം ബിഗ് മണി ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇമ്പാക്റ്റ് കൂടുതൽ ഉണ്ടാക്കുന്നത്, ചെറിയ പൈസയ്ക്കോ അല്ലെങ്കിൽ ഒരു മിഡ് ലെവൽ പൈസയ്ക്ക് വന്നിട്ട് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിയുന്ന പ്ലെയേഴ്സിനെയാണ് വേണ്ടത്. സോ ദീസ് കൈൻഡ് ഓഫ് പ്ലെയേഴ്സ് ദേ വിൽ ഡെഫിനറ്റ്ലി എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനായിട്ട് കേപ്പബിൾ ആണ്. സോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ഡീൽ കൊളാപ്സ് ആയതിനെ കുറിച്ചിട്ട്? എഡർസൺ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു എന്താ പറയുക കൊളാപ്സ് ആണോ, അതല്ലെങ്കിൽ ലൈക്ക് ഇറ്റ് കുഡ് ബി ടേൺഡ് ഇൻ ടു എ പോസിറ്റീവ് വൺ? ആ ഒരു ഡീൽ മാറിയിട്ട് ബെറ്റർ ആയിട്ടുള്ള വേറൊരു പ്ലെയർ നമ്മുടെ ടീമിലേക്ക് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമോ എന്താണെന്ന് വെച്ചാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഓൾസോ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.